ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കൃഷിലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല മരങ്ങളുടെയും റംബൂട്ടാൻ്റെ കായ് പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 1-2 മരങ്ങൾ വീട്ടിൽ 2 എണ്ണം ഇനി പറിക്കാനുണ്ട്. പിന്നെ ഇവിടെയും ഒരെണ്ണം. അങ്ങനെ ബാക്കിയെല്ലാം നമ്മുടേത് പറിച്ചു കഴിഞ്ഞു. ഇവിടെ കുറച്ചുകൂടി പഴുക്കാനുണ്ട്. അവർക്ക് നല്ല രീതിയിൽ പഴുത്ത് കഴിഞ്ഞാലാണ് അവർക്ക് അത് നമുക്ക് നല്ല രീതിയിൽ അവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുക എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഇവരിപ്പോൾ വന്ന് വലയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് നമുക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിരുന്നു റംബൂട്ടാൻ സെയിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ സെയിൽ ആവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ കച്ചവടക്കാരുടെ നമ്പർ ഇടുന്നതാണ് കേട്ടോ. അതിൽ നമ്മൾ കമൻറ്റായിട്ട് ഇടുന്നതാണ്. വാട്സപ്പിലാകുമ്പോൾ ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് അത് നമുക്ക് എല്ലാവർക്കും തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് വീഡിയോയിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഏത് ഡിസ്ട്രിക്റ്റാണ് എന്നുകൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഈ പറിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ് പ്രൂൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളുടെ കായ് പറിച്ച് കഴിഞ്ഞ് റംബൂട്ടാൻ മരമാണ്. അപ്പോൾ ഈ മോള് വശത്ത് കണ്ട അങ്ങനെ നിസാര സ്ഥലങ്ങളും കൂടി നമ്മൾ പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ഉണ്ട്. അത് ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. ചെയ്തില്ലെങ്കിൽ അങ്ങനെ നിന്ന് പൊടിച്ച് അടുത്ത കൊല്ലം ഉണ്ടായി കിട്ടും. ഇതിപ്പോൾ അവർ കായ് പറിച്ച കൂട്ടത്തിൽ പ്രൂൺ ചെയ്തതാണ്. അപ്പുറത്തെ മരവും അതുപോലെ തന്നെ. പ്രൂൺ ചെയ്യുന്നത് ശരിക്കും കായ പറിച്ചിട്ട് ഉടനെ തന്നെയാണ്. അപ്പോൾ കുറേ പേർക്ക് അതറിയാതെ സമയത്തൊക്കെ പ്രൂൺ ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കായ്ഫലമുണ്ടാകാനായിട്ട് പിന്നെയും നമ്മൾ കുറേ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഫ്രൂട്ട് പറിച്ചിട്ട് ഉടനെ തന്നെ ചെയ്യുക കേട്ടോ പ്രൂണിങ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ വളവും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് പ്രൂണിങ്ങിന് ശേഷം വളം കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വീട്ടിലെ ഏറ്റവും ലാസ്റ്റ് പൂവിട്ട റംബൂട്ടാൻ മരമാണ് കേട്ടോ ഇത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞങ്ങളുടെ റംബൂട്ടാൻ പൂവിടാൻ വൈകിപ്പോയി, അതിൻ്റെ കാരണം എന്താണ്? അതൊരു പക്ഷേ നമ്മൾ കൊടുത്ത വളത്തിൻ്റെയോ അല്ലെങ്കിൽ ആ മരത്തിൻ്റെയോ പ്രത്യേകതയൊക്കെ ആയിരിക്കും. അതൊന്നും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അല്ലേ. അപ്പോൾ റംബൂട്ടാൻ കൃഷിക്ക് വെള്ളവും വെയിലും ഒരേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു വിളയാണ്. റംബൂട്ടാൻ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വേനൽക്കാലത്ത് കൃത്യമായ ഇടവേളയിൽ കറക്റ്റായിട്ട് മരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുറേ ദിവസം നന കൊടുക്കാതിരുന്നിട്ട് അവരിടയ്ക്ക് വന്നിട്ട് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിർത്തി നനയ്ക്കും. അതിനുശേഷം കായ്കൾ നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ കൃത്യമായ ഇടവേളയിൽ വേണം വെള്ളം കൊടുക്കാനായിട്ടെന്നുള്ളതാണ്. അമിതമായിട്ട് വെള്ളം കൊടുക്കുന്നതും നല്ലതല്ല, വെള്ളം കൊടുക്കാതിരിക്കുന്നതും നമുക്ക് പൂവിട്ട മരങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. നിങ്ങളുടെ റംബൂട്ടാൻ കൃഷി അനുഭവങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായും ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു പുതിയൊരു അറിവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം കൂടി സെലക്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്